അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് മറ്റു ദിക്റിനേക്കാൾ വലിയ പ്രതിഫലമുള്ള കർമ്മമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ്. ഖുർആൻ ഓതുന്ന സ്ഥലം, വീട് എല്ലാം പരിശുദ്ധവും അനുഗ്രഹീതമാണ്. ഖുർആൻ ഓതുന്ന വീട് വലിയ ബർക്കത്തുള്ള വീടാണ്. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്ക് വിട്ടുകടന്നു പോകരുത്. ഖുർആൻ്റെ അത്ഭുതമെന്ന്, ഖുർആൻ്റെ പ്രത്യേകതയും ഖുർആൻ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണെങ്കിൽ അത്ഭുതമുണ്ട്. ഇതുകൊണ്ടുള്ള കിട്ടിയ നേട്ടങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒരു മുൻകാല ചരിത്രത്തിൽപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മുൻകാലത്ത് ഒരു ഖബറിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഖബർ തുറക്കാൻ ആവശ്യപ്പെടുകയും ഖബർ തുറന്നു നോക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതമാണ്. പ്രകാശപൂരിതമായ മുഖം, പ്രകാശപൂരിതമായ ശരീരമാണ് അവരെ കണ്ടത്. വല്ലാത്ത ഞെട്ടലോടു കൂടിയാണ് ആ മയ്യത്തവർ കാണുന്നത്. ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ആ സഹോദരി ചെയ്ത നന്മ എന്താണെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്ന സ്ത്രീയായിരുന്നു. ഖുർആൻ നിത്യവും പാരായണം ചെയ്യുന്ന സ്ത്രീയായിരുന്നു. നാളെ ഖബറിൽ നമുക്ക് രക്ഷയ്ക്ക് ആരാരുമില്ലാതെ ഒറ്റപ്പെടുന്ന സമയത്തും നമുക്കും അവിടെ കാവലും ഒരു രക്ഷയും വേണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ മുൽക്ക് പാരായണം നിരന്തരം ചെയ്യുക. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, വല്യമ്മ, വല്ലിപ്പ, ഉമ്മ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കുടുംബങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതി നമുക്ക് അതിയാ ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കട്ടെ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണം. നമ്മുടെ സമയം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റയും അതുപോലെ യൂട്യൂബിലൂടെയല്ലാതെ നമുക്കെന്താ മറുപടി അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാനുള്ളത്? അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ സമയം അവൻ്റെ ദീനിന് വേണ്ടിയും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയൊക്കെ കണ്ടെത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.